നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും മാർക്കറ്റിൽ നിന്ന് വർക്ക് ചെയ്ത രീതികളും എപ്പോഴും നോക്കുക. മെയിനായിട്ടുള്ള സപ്പോർട്ട് പറഞ്ഞിരുന്നത് 23,800 ഇത് ഇന്ന് പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസവും നമ്മൾ 23,800 തന്നെയാണ് സപ്പോർട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ 800 ഒരു മുകളിലായിരുന്നു ഇപ്പോൾ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നത്. 800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇൻട്രാഡേ സ്ട്രെങ്ത് കാണിക്കും. 800 അടുത്ത് നിന്ന് എപ്പോഴും നിഫ്റ്റിയുടെ ആ ഒരു സ്ട്രെങ്ത് കാണിക്കും. വരും ദിവസങ്ങളായാലും 800 ആയിരിക്കും ഒരു ട്രെൻഡ് ചേഞ്ചിങ് ഏരിയ, അതായത് ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. 800 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിംഗ് നിലനിർത്തിയാൽ മാത്രമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു സാധ്യത ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന്, അതായത് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ 800 അടുത്ത് നിന്നായാലും നല്ലൊരു ബൗൺസ് ചെയ്യാൻ ഉള്ളൊരു സാധ്യതയും വളരെയധികം കൂടുതലാണ്. ട്രെൻഡ് റിവേഴ്സൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലോസിംഗ് നിലനിർത്തിയതിന് ശേഷം നെക്സ്റ്റ് ഡേ മുതലാണ് ആ ഒരു റിവേഴ്സിന്റെ ഒരു സാധ്യത. കറണ്ട് സെന്റിമെന്റ് അനുസരിച്ച് മൂവ് ചെയ്യുക. കറണ്ട് ഒരു സെന്റിമെന്റ് ബൈ ട്രെൻഡാണ്, ബൈ സെന്റിമെന്റാണ്. നിഫ്റ്റി ആയാലും ഇന്ന് 23,800, 875 സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഹോൾഡ് ചെയ്തുകൊണ്ട് അതിന്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിയിരുന്നത്. നിഫ്റ്റി ആയാലും 24,000 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. 24,000 അല്ല നിഫ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. കാരണം ഇന്നത്തെ ഒരു ദിവസമാണെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ വർക്ക് ചെയ്യുക, അതായത് 24,000 മുകളിൽ പോയി 24,000 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സെൽ ആക്റ്റീവ് ആകുന്ന രീതി. പക്ഷെ വരും ദിവസങ്ങളിലായാലും നമുക്ക് 24,030 എടുക്കാം. 24,030 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, എനിക്ക് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലാണ്. ഹയർ ലെവലിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് ട്രേഡുകൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു കൃത്യമായിട്ടൊരു ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ളൊരു എൻട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. എപ്പോഴും നല്ലൊരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്നൊക്കെ എപ്പോഴും നല്ലൊരു ബൗൺസ് കിട്ടും. നമ്മൾ നൽകിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ നോക്കുക. ആ ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ നിഫ്റ്റിയിലെ ആ ഒരു ബൗൺസ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഒരു ട്രെൻഡിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് നോക്കുക. കറണ്ട് ഒരു ട്രെൻഡിൽ ഇനി 23,800 അടുത്താണ് നല്ല സപ്പോർട്ട് വരുന്നത്. ഹയർ ലെവലിൽ പ്രത്യേകിച്ച് നമുക്ക് റെസിസ്റ്റൻസ് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 24,030 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റ്. ഇൻ കേസ് 24,030 താഴെയാണ് ഓപ്പൺ, ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,000 എന്ന് പറയുന്ന ഒരു റേഞ്ച് നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ സപ്പോർട്ടായിട്ട് നിലനിർത്താനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 23,955 നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 23,910 സപ്പോർട്ട് കാണുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട്, അടുത്തൊരു സപ്പോർട്ട് 800 അടുത്താണ്. 800 അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കുക 23,830, അതുപോലെ തന്നെ 23,805. ഇൻ കേസ് 23,805 താഴത്തേക്ക് പോയാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് കയറിയാൽ ബൈ എന്ന് പറയുന്ന രീതിയിൽ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യുക. അതായത് ഇതേ രീതിയിൽ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് മാനേജ് ചെയ്യുക. ഈ ഒരു ലെവലാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. ഒരു ലെവല് സപ്പോർട്ട് ഉണ്ടെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യാൻ ലോവർ ലെവൽ സപ്പോർട്ട് ഇതിന് ശേഷം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുക. കാരണം ഇതിന്റെ ഒരു താഴെ നിലനിർത്തിയതിനു ശേഷം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തിരിച്ച് ബൈസിന്റെ എന്ന് പറയുന്ന രീതിയിലാണ് മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒക്കെ ഒന്ന് നോക്കുക. എക്സാക്റ്റ് ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ
സ്ട്രെങ്ത് ആണ് മാർക്കറ്റ്. പിന്നെ താഴത്തേക്ക് വീക്ക്നെസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ലോവർ ലെവൽ 52,400 സപ്പോർട്ട്, 52,101 റെസിസ്റ്റൻസ്, 52,950 റെസിസ്റ്റൻസ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 53,101 ബ്രേക്ക് ചെയ്ത് പോകുന്ന, മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഓപ്പണിംഗ് ആണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കാം. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്, 52,950. പക്ഷേ 950 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിൽ ആക്റ്റീവ് ആവുന്നത്. അതിനുശേഷമായാലും അടുത്തൊരു സപ്പോർട്ട് 52,675 ആണ് സപ്പോർട്ട് വരുന്നത്. അതിനുശേഷമുള്ള സപ്പോർട്ട് 52,400. എനിക്ക് ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പറയുന്ന സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. സപ്പോർട്ട് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള റൂൾ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ കാണാം, ഇന്നും റൈറ്റ് സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിർത്തിയിരിക്കുന്നത്. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു കൺജസ്റ്റഡ് മൂവ്മെന്റ് ആയിരുന്നു. വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 23,685. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,730 മുകളിലാണ്. താഴോട്ട് ബ്രേക്ക് ചെയ്താലും 23,685 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,565 അടുത്തൊരു സപ്പോർട്ട്. അതിനുശേഷം 23,505 സപ്പോർട്ട്, 23,410 സപ്പോർട്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലും അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന് താഴെയാണെങ്കിൽ ക്വിക്ക് ഫാളും മാർക്കറ്റിൽ കിട്ടും. പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അടുത്തൊരു സപ്പോർട്ട് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. വീണ്ടും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിമെന്റിലെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.